ഹായ്, ഞാനത് ഫൗണ്ടർ ഓഫ് കൽക്കി. സോ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് റൂംസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സിറ്റ് ആൻഡ് ലേൺ അപ്രോച്ചാണ്. സ്റ്റുഡൻസിൽ ചില പേര് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ഒട്ടും ഇന്ററാക്റ്റീവ് ആവാതെയോ ഉണ്ട്. സോ ആസ് എ ടീച്ചർ എനിക്ക് ഫേസ് ചെയ്ത ഒരു വലിയ ചലഞ്ച് ഇവരെ മാക്സിമം എൻഗേജ് ചെയ്ത് എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ക്വസ്റ്റ്യൻ ലീഡ് ടു കൽക്കി. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടും ഒരു 10 years എഡ്ടെക്കിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടും എനിക്കറിയാം എപ്പോഴും ഒരു ടീച്ചറിനെ ഫേസ് ചെയ്യുന്ന വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ക്ലാസ് റൂംസ് ഇന്ററാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. സോ ഈവൻ ദോ ക്ലാസ് റൂംസിൽ നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ടെങ്കിലും സ്റ്റിൽ ഒരു സിറ്റ് ആൻഡ് ലേൺ രീതിയിലായിരിക്കും അവരിന്ന് പഠിക്കുന്നുണ്ടാവുക. സോ എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റും അതേപോലെ തന്നെ ഒരു പാർട്ടിസിപ്പേറ്റീവ് കൈൻഡ് ഓഫ് ലേണിംഗ് വരണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് അഡോപ്റ്റ് ടു എ ന്യൂ സിസ്റ്റം. ദാറ്റ്സ് വേ കൽക്കി ഈസ് ബോൺ. കഴിഞ്ഞൊരു 200 വർഷത്തോളമായി നമ്മൾ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ഒരു കോമൺ അപ്രോച്ച് ഉണ്ട്. ഒരു സിറ്റ് ആൻഡ് ലേൺ അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൽക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് വളരെ ക്ലാസ് റൂംസ് ഒരു ഫൺ ആൻഡ് ഇന്ററാക്റ്റീവ് ഒരു അപ്രോച്ചിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള അപ്രോച്ചിനെ പകരം ഓരോ കുട്ടിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച്, ഓരോ സ്ട്രെങ്ത്തിന് അനുസൃതമായ രീതിയിൽ നമ്മൾ അവരിലേക്ക് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുക. നോർമലി ഒരു ടീച്ചേഴ്സോ എഞ്ചിനീയേഴ്സോ മാത്രം ചെയ്തൊരു സാധനമല്ല ശരിക്കും പറഞ്ഞ കൽക്കി. ഇത് ബേസിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡോക്ടേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടിന്റെ ഭാഗമാണ് കൽക്കി എന്ന് പറയുന്ന ഒരു ഐഡിയ ഇപ്പൊ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി നോർമലി നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു സാധനം സ്ക്രീൻ ടൈം ഒരു വലിയ ഇഷ്യൂ ആണെന്ന് എല്ലാ പേരൻസിനും ഒരു ഭയമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്താണ് സ്ക്രീൻ ടൈം? ആ ഒരു മിത്ത് ബേസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഗൈഡഡ് സ്ക്രീൻ ടൈം ആണ് നമുക്കിപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഡിവൈസ് ഇല്ല, ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ഇല്ലാതെ തന്നെ ആ കുട്ടിയും സ്ക്രീനുമായി ഒരു മിനിമം 3-4 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊരു ടീച്ചറിന്റെ ഗൈഡൻസോട് കൂടി അപ്പോൾ തന്നെ എന്താ അവിടെ ഒരു പ്രൊഡക്റ്റീവ് സ്ക്രീൻ ടൈമായി മാറി. അപ്പൊ ഇതേപോലെ ഒരു ഗൈഡഡ് ഒരു ഇന്ററാക്ഷനോട് കൂടി അവിടെ ഒരു പ്രൊഡക്റ്റീവ് സ്ക്രീൻ ടൈം ആക്കി മാറ്റുക എന്നുള്ളതാണ് കൽക്കി എന്നുള്ള ടീമിന്റെ ഏക അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സയന്റിഫിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം ഏറ്റവും നല്ലത് പഠിക്കുന്നത് മൂവ്മെന്റിൽ കൂടെയാണ്. സോ കൽക്കിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന USP അതാണ്. ഒരു മൂവ്മെന്റ് ലെസ് ബേസ്ഡ് ലേണിംഗ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും യൂസിങ് ദെയർ ബോഡി ആസ് വെൽ ആസ് ഇൻവോൾവ്മെന്റ് ഓഫ് ആക്ഷൻസ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദ ബ്രെയിൻ ടു ലേൺ തിങ്സ് മോർ ഈസിലി ആൻഡ് മെമ്മറൈസ് തിങ്സ് മോർ ഈസിലി. അപ്പം ഇതിൻ്റെ അത് വേണ്ടത് ശരിക്കും ഒരു ഔട്ട്പുട്ട് ഡിവൈസ്, അതൊരു സ്ക്രീൻ ആകാം, ഒരു LED TV ആകാം, എന്തുമാകാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ്, ഇറ്റ് ക്യാൻ ബി വെബ് ക്യാമറ ഓഫ് എ ലാപ്ടോപ്പ് ഓർ എൽസ് ഇറ്റ് ക്യാൻ ബി വെബ് ക്യാം. എന്തോ ഒരു ഇൻപുട്ട് ഡിവൈസ് കൊണ്ടിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സ്കൂളുകളിലേക്കും പ്രീ സ്കൂളുകളിലേക്കും എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇതിനെ ഡിവൈസ് ചെയ്യാൻ സാധിച്ചു. അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് മൈൽ സ്റ്റോൺസ് നോക്കുകയാണെങ്കിലുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഡൈഡാക് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് എഡ്ടെക് എക്സ്പോ ആണ്. അത് ഡൽഹിയിൽ വെച്ച് നടന്ന ഡൈഡാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ ഒരുപാട് സ്കൂൾസ് നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായി. അതിൽ ഏകദേശം 60-ഓളം സ്കൂൾസ് ദേ ഹാവ് ഷോൺ ഇൻട്രസ്റ്റ് ഇൻ അസ് ആൻഡ് ദേ ആർ റെഡി ടു ഗെറ്റ് ഓൺ ബോർഡ് വിത്ത് അസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈലറ്റ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വളരെ വലിയൊരു സ്കെയിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ഒരു വിഷനറി ആയിട്ടുള്ള ഒരു റെവല്യൂഷണറി എഡ്ടെക് പ്രൊജക്ട് തന്നെയാണ് കൽക്കി എന്ന് പറയുന്നത്.